ലോകത്തിൽ മനുഷ്യരോട് സംസാരിക്കുന്നത്, അർത്ഥവത്തായി സംസാരിക്കുന്നത് ഏറ്റവും അധികം പ്രസക്തമായിട്ടുള്ള ചിത്രങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും നല്ല പ്രഭാഷകൻ 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുക 1 മിനിറ്റ് ഒരു ചിത്രം പ്രദർശിക്കുമ്പോൾ. അത്രമാത്രം സംവേദനക്ഷമതയും അത്രമാത്രം സർഗാത്മകതയും ക്യാമറ ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങളിലുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പലതരം ചിത്രങ്ങളും ലോക രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലൊക്കെ കോടിലക്ഷങ്ങൾ ഉണ്ടാക്കി. വിശ്വപ്രസിദ്ധ ഫോട്ടോഗ്രാഫേഴ്സ് ലോകത്തിലെ ചരിത്ര പുരുഷന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രതിഭാധനന്മാരുടെയൊക്കെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചപ്പോൾ, ഒപ്പിയെടുത്തപ്പോൾ അത് ലോകത്തെ ചരിത്രത്തിൽ തന്നെ സമ്പുഷ്ടമാണ്. അതേസമയം മറുഭാഗത്ത് ഭീകരമായ യുദ്ധക്കെടുതികളുടെ ഫോട്ടോ പ്രദർശിപ്പിക്കപ്പെട്ടു. കൊടിയ പട്ടിണിയും ദാരിദ്ര്യവുമായി കഴിയുന്ന കോടിക്കണക്കിന് വരുന്ന അഭയാർത്ഥികളുടെ ഫോട്ടോ ലോകത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. 1960കളിൽ നടന്ന വിയറ്റ്നാം യുദ്ധത്തിൽ ഭീകരമായിട്ട് 10,000-കണക്കിന് വിയറ്റ്നാം ജനതയെ അമേരിക്കൻ സാമ്രാജ്യത്വം കൂട്ടക്കൊല ചെയ്യുമ്പോൾ അന്ന് വിശ്വപ്രസിദ്ധ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഹുവാൻ കോങ് ടു എന്ന് പറയുന്ന വിയറ്റ്നാം ഫോട്ടോഗ്രാഫർ യുദ്ധമുഖത്ത് നിന്ന് പേടിച്ച് ഓടിപ്പോകുന്ന ഒരു കുട്ടിയുടെ ചിത്രം ഒപ്പിയെടുത്തു. ലോകത്തിനെ പിടിച്ചു കുലുക്കിയ ചിത്രമായിരുന്നു. ലോകം മുഴുവൻ ആ ചിത്രം കണ്ട് സാമ്രാജ്യത്വത്തിനെതിരായിട്ടാണ് അണിനിരന്നത്. ആ യുദ്ധത്തിന്റെ അവസാനം എന്തായിരുന്നു നമുക്കറിയാം. അമേരിക്കൻ സാമ്രാജ്യത്വം ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. വിയറ്റ്നാം എന്നുള്ള കൊച്ചു രാഷ്ട്രത്തിനെതിരായി. അപ്പൊ ക്യാമറകൾ ചലിപ്പിക്കുമ്പോൾ അതിലൂടെ ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങൾ ലോക മനസ്സാക്ഷിയെ സ്വാധീനിക്കും. 1990കളിൽ 27 കൊല്ലം ജയിലിൽ കിടന്ന് അതിൽ 17 കൊല്ലം ഇരുട്ടറയിൽ കിടന്നിട്ടുള്ള ഒരു മനുഷ്യൻ, സൗത്ത് ആഫ്രിക്കയുടെ അജയ്യനായ നേതാവ്, പിന്നീട് മഹാത്മാഗാന്ധിക്ക് ശേഷം ലോകം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ നേതാവായ നെൽസൺ മണ്ടേല ജയിൽ വിമോചിതനായിട്ട് പുറത്തു വരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു, ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത്. ആ ചിത്രം ലോക സമാധാനത്തിന്റെ ചിത്രമായിട്ട് മാറി. വെറുപ്പും വിദ്വേഷവും പകയും ഒന്നും പ്രദർശിപ്പിക്കാതെ തന്നെ ജയിലിലിട്ട സാമ്രാജ്യത്വത്തിന്റെ തലവന് മണ്ടേല ഷെയ്ക്കൻഡ് കൊടുക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് ലോകത്തിന്റെ സമാധാനകാംക്ഷികൾക്ക് പുതിയ ആവേശം നൽകി, ചരിത്ര മുഹൂർത്തങ്ങളെ സൃഷ്ടിച്ചു. നൊബേൽ പ്രൈസ് മണ്ടേലയെ തേടി വന്നു ആ കാലഘട്ടത്തിൽ. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, ഒരു ഫോട്ടോഗ്രാഫർക്ക് അവർ സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ മനുഷ്യ മനസാക്ഷിയെ വ്യത്യസ്ത മേഖലകളിൽ സ്വാധീനിക്കാൻ സാധിക്കും, ചരിത്രം തിരുത്തിക്കുറിക്കാൻ സാധിക്കും. അഡൽ ആഡംസ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ, ആർട്ട് വൂൾഫ് എന്ന് പറയുന്ന മറ്റൊരു ഫോട്ടോഗ്രാഫർ, ഡൊറോത്തി ലാംഗെ, ഫ്രാൻസ് ലാം, ഇതൊക്കെ ലോകത്തിലെ പ്രശസ്തരായ ഫോട്ടോഗ്രാഫേഴ്സ് 1950-60കളിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം എപ്പോഴും കാണുന്ന മഹാത്മാഗാന്ധി ഈ നൂല് തോൽക്കുന്ന ചിത്രം സബർമതി ആശ്രമത്തിൽ വിശ്വപ്രസിദ്ധമായ ചിത്രമാണ്. ഗാന്ധിയും നെഹ്റുവും കൂടി അടുത്തിരുന്ന് സംസാരിക്കുന്ന ചിത്രം, ദണ്ഡി യാത്രയ്ക്ക് പോകുന്ന മഹാത്മാഗാന്ധിയുടെ ചിത്രം. ഒരു രാഷ്ട്രത്തിനെ ഇളക്കി മറിക്കുകയാണ് ഈ ചിത്രങ്ങൾ. ഇന്നത്തെ പോലെയല്ല, അന്നത്തെ സാമൂഹിക പ്രസക്തിയുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന, ഒരു കവിത എഴുതുന്നത് പോലെ, ഒരു നോവൽ എഴുതുന്നത് പോലെ ഫോട്ടോഗ്രാഫർ ചിത്രങ്ങൾ സൃഷ്ടിക്കും. അതിന് അനന്യമായ ഭാവന വേണം, അതിസുന്ദരമായിട്ടുള്ള സർഗശക്തി വേണം, സർഗാത്മകത വേണം. ഇതെല്ലാം നിങ്ങളിലുണ്ട്.
അപ്പൊ ഈ ഓരോരുത്തർക്കും ലോക ചരിത്രത്തിനെ മാറ്റിമറിക്കാനും അവനവന്റെ പ്രദേശത്തിന്റെ സാമൂഹിക പരിണാമത്തിന് ഉതകുന്ന ചിത്രങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. ഇന്ന് അങ്ങനത്തെയുള്ള ചിന്തയുള്ള സമൂഹത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന് വേറൊരു കാര്യം. ഇന്ന് സാമൂഹിക പ്രതിബദ്ധതയൊന്നും ബഹുഭൂരിഭാഗം ആൾക്കാർക്കും ഇല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാർത്ഥതയും സ്വജനപക്ഷപാതവും അധികാരപ്രമത്തതയും അസഹിഷ്ണുതയൊക്കെ വർദ്ധിച്ചു വരുന്നൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറച്ചുപേരെങ്കിലും ഈ മാനവരാശിയോട് സ്നേഹം പുലർത്തിക്കൊണ്ട് സഹിഷ്ണുത പുലർത്തിക്കൊണ്ട് സമത്വത്തിന് വേണ്ടിയിട്ടും സാഹോദര്യത്തിന് വേണ്ടിയിട്ടും അവനവൻ ജീവിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കാൻ ഇടവരുമ്പോൾ അത് സർഗാത്മക ചിന്തയെ പുഷ്ടിപ്പെടുത്തും. ആ ചിന്തകളാണ് ലോകത്തിനെയും സമൂഹത്തിനെയും മാറ്റിമറിക്കുക. ആ ചിന്തകളുടെ കുറവാണെന്ന് ലോകത്തിനെ വിഭജനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ചിത്രങ്ങൾ എപ്പോഴും സാഹോദര്യമുണ്ടാക്കും, ചിത്രങ്ങൾ എപ്പോഴും സഹിഷ്ണുത വളർത്തും. നമ്മൾ വൈൽഡ് ലൈഫിന്റെ ചിത്രങ്ങൾ കാണാറുണ്ട്. ആഫ്രിക്കൻ വന നിറങ്ങളിലേക്ക് നാഷണൽ ജോഗ്രഫി ചാനൽ, ഡിസ്കവറി ചാനലുകളൊക്കെ കെനിയയിലെ മസായ്മാറ കാടുകളിൽ അല്ലെങ്കിൽ ടാൻസാനിയയിലെ സെരിംഗെറ്റി വനപ്രദേശങ്ങളിൽ മൃഗങ്ങളുടെ മൈഗ്രേഷൻ നടക്കും. ജൂൺ മുതൽ ഒക്ടോബർ മാസം വരെ ലക്ഷക്കണക്കിന് മൃഗങ്ങൾ കെനിയയിൽ നിന്ന് ടാൻസാനിയയിലേക്കും ഒക്ടോബർ ആകുമ്പോൾ ടാൻസാനിയയിൽ നിന്ന് നദി കടന്ന് കെനിയയിലേക്കും വരുന്ന വളരെ അത്ഭുതാവഹമായ ചിത്രങ്ങൾ സൃഷ്ടിച്ച വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് സ്റ്റീവൻ സ്റ്റെറിംഗ്. 10,000-കണക്കിന് കാട്ടുപോത്തുകൾ ഇങ്ങനെ ഓടുന്ന ചിത്രം, ആ നദി കടന്ന് കൊടുക്കുമ്പോൾ മുതല വന്ന് കാട്ടുപോത്തിനെ പിടിക്കുന്ന ചിത്രം, ഇത് കരയിൽ നിന്ന് നോക്കിയിരിക്കുന്ന സിംഹങ്ങൾ അതിലേക്ക് ചാടി മുതലയെയും കാട്ടുപോത്തിനെയും പിടിക്കുന്ന ചിത്രം. എത്ര സാഹസികമായിട്ടാണ് ഈ സ്റ്റീവൻ സ്റ്റെറോട്ടും അഡൽ ലാൻസും ആർട്ട് വൂൾഫ് എന്ന് പറയുന്ന ചിത്രകാരൻ, ഈ ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഈ കരയിലെ കുറ്റി ചെറിയ ചെറിയ ബുഷുകളിൽ ഒളിച്ചിരുന്നിട്ടാണ് ഈ ചിത്രങ്ങൾ പകർത്തിയത്. അപ്പൊ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള പണിയല്ല. കവിത രചിക്കണം ഫോട്ടോഗ്രാഫിയിലൂടെ. ഇന്നിപ്പോ മിക്കവാറും എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടാനുള്ള തിരക്കാം. വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കിടുക അവരോടത്തിട്ട്. ഫേസ്ബുക്ക് ഏറ്റവും നല്ലൊരു മാധ്യമമാണ്, അല്ലാന്ന് ആരും പറയുന്നില്ല. പക്ഷെ ആ ഫേസ്ബുക്കിനെ സർഗാത്മകമായിട്ട് ഉപയോഗിക്കുന്നില്ല ബഹുഭൂരിഭാഗം. അവനവന്റെ ഫോട്ടോ എടുത്തിട്ട് ഇട്ടിട്ട് അതിൽ എത്ര ലൈക്ക് കിട്ടി നോക്കിയിട്ട് ആത്മരതി അടയുന്നവരാ ഭൂരിഭാഗം. എത്ര ലൈക്ക് കിട്ടിയാ ഞാൻ വലിയ ആളായെന്ന് വിചാരിക്കുന്നവരാ. ഫോട്ടോഗ്രാഫി അതല്ല. ഫോട്ടോഗ്രാഫിയിൽ കവിത എഴുതണം. കേരളത്തിലെ മഹാകവികളായിട്ടുള്ള കവിത്രയം, ഇടശ്ശേരി, വൈലോപ്പള്ളി ഇവരൊക്കെ എഴുതിയ പോലെ ഫോട്ടോഗ്രാഫിയിൽ കവിത രചിക്കണം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ രബീന്ദ്രനാഥ് റായ്, സുരേന്ദ്ര പഞ്ചാബി, മലയാളി കൂടി അദ്ദേഹം. രവീന്ദ്രനാഥ് റായിയുടെ മകൾ അനിത റായ്. ഇന്ത്യയിലെ മറ്റൊരു ഫോട്ടോഗ്രാഫർ, സ്വാതന്ത്ര്യ സമരത്തിന്റെ പല ചരിത്രങ്ങളും പുനരാവിഷ്കരിച്ചിട്ടുള്ള TL സത്യൻ, മലയാളി. ദീനക് കമ്മത്ത്, മറ്റൊരു മലയാളി. ഇങ്ങനെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ലോകത്തിന്റെ ചരിത്രം സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗാന്ധിയെ നമുക്ക് എളുപ്പം വരയ്ക്കാൻ പറ്റും. ഈ ചിത്രകാരന്മാർക്ക് ഒരു കണ്ണാടിയും ഒരു മൂക്കുമായ ഗാന്ധി അങ്ങനെ വരയ്ക്കുന്നവരുണ്ട്. പക്ഷെ ഗാന്ധി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഗാന്ധിയുടെ പിൻഭാഗത്തുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് വലിയ മഹാ ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഹെർബർട്ട് ഹെണിംഗ്വേ എന്ന് പറയുന്ന ഒരാൾ. അതൊക്കെ ലോകോത്തര ചിത്രങ്ങളാണ്. ഇതെല്ലാം ഒരു മനുഷ്യനങ്ങനെ നിൽക്കുമ്പോ സാമ്രാജ്യത്തെ ഞെട്ടിവിറക്കുകയാണ് ആ മനുഷ്യനെ കണ്ടിട്ട്. ആ മനുഷ്യന്റെ രൂപം കണ്ടിട്ട് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കിടുകിട മറയ്ക്കുന്നു. അതാണ് ആ ഫോട്ടോഗ്രാഫിലൂടെ ക്യാപ്ചർ ചെയ്യുന്നത്. ആ ഫോട്ടോഗ്രാഫർ ആരുടെ ഫോട്ടോ ആണ് എടുക്കുന്നതെന്ന് ഫോട്ടോഗ്രാഫർക്ക് കൃത്യമായിട്ട് അറിയണം. ഏത് സംഭവത്തിന്റെ ഫോട്ടോ ആണ് എടുക്കുന്നതെന്ന് അറിയാം. ഏത് പ്രകൃതിയുടെ ഏത് ദൃശ്യങ്ങളാണ് എടുക്കുന്നതെന്ന് അറിയാം. അതിന് ഭാവന ഉണ്ടാകും. നിങ്ങളിൽ പലരും അതിഭാവനയുള്ളവരാണ്, ഇമാജിനേറ്റീവ് പവർ ഉള്ളവരാണ്. നിങ്ങളെല്ലാം ഇമാജിനേഷൻ ഇല്ലാതെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകും. സർഗാത്മക ജീവിതം പിന്നെ വെറുതെ ജയിച്ചാൽ വലിയ ജീവിക്കാൻ വേണ്ടി ജീവിക്കാം. അങ്ങനെയുള്ള ആൾക്കാരുടെ ഭൂരിഭാഗം വെറുതെ ഇങ്ങനെ ജീവിക്കും. ഒരു കാര്യമില്ല.
80 വയസ്സായിട്ട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ എന്ത് നേടി? പ്രത്യേകിച്ചൊന്നും നേടിയില്ല. കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി, കുട്ടികളുണ്ടായി, വീടുണ്ടായി, കാറുണ്ടായി, സ്കൂട്ടറുണ്ടായി, ചിലപ്പോൾ ഒന്നും ഉണ്ടായിട്ടുണ്ട്. ജോലി ഉണ്ടായി, 56, 57 വയസ്സിൽ റിട്ടയർ ചെയ്ത് എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായി. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ജീവിച്ചിട്ട് നല്ല കാര്യം. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ജീവിച്ചവരാണെങ്കിൽ മഹാത്മാഗാന്ധി ഉണ്ടാകേണ്ട കാര്യമില്ല, നെൽസൺ മണ്ടേല ഉണ്ടാകേണ്ട കാര്യമില്ല, ഈ പറഞ്ഞ വിശ്വപ്രസിദ്ധ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പൊ ക്രിക്കറ്റ് കളി നോക്കും, ആ ക്രിക്കറ്റ് കളിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രസിദ്ധമായ ക്യാച്ച് അല്ലെങ്കിൽ പ്രസിദ്ധമായ സ്റ്റംപിങ്, ഇതിനൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് വളർത്തുന്നില്ല. ഏറ്റവും വലിയ സ്പോർട്സ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ള മെക്കാർത്തി, ഇദ്ദേഹം വളർത്തിയിട്ടുള്ള ചിത്രങ്ങൾ, ടെണ്ടുൽക്കറുടെ ചിത്രം, അല്ലെങ്കിൽ ലോകപ്രസിദ്ധ ക്രിക്കറ്റുകാരന്റെ, ഫുട്ബോളേഴ്സിന്റെ ചിത്രം, മെസ്സിയുടെ ചിത്രം, റൊണാൾഡോയുടെ ചിത്രം, ഇതൊക്കെയാണ് സൗന്ദര്യം. കാലുകൊണ്ട് കവിത രചിക്കുന്ന ഫുട്ബോളിനെ ആ സൗന്ദര്യ കവിതയാക്കി മാറ്റുന്നത് ഫോട്ടോഗ്രാഫിയാണ്. വെറുതെ ഫുട്ബോൾ കാണുമ്പോഴും കവിത ആസ്വദിക്കാം നമുക്ക്. ഇവരൊക്കെ കളിക്കുന്നു, ഈ വലിയ വിശ്വസ്തര കളിക്കാർ കളിക്കുന്നു. മെസ്സി കവിത രചിക്കുകയാണ് ഗ്രൗണ്ടിൽ. പക്ഷെ മെസ്സിയുടെ കവിതാരചനയ്ക്ക് കൂടുതൽ ചാരുതയേകുന്നത് നമ്മൾ ടി വിയിൽ കാണുന്ന ഈ സൗന്ദര്യാത്മക ദൃശ്യങ്ങളാണ് നേരിൽ കാണുന്നത്. ആസ്വാദകരം വേണം ഭാവന. ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടുമ്പോൾ വെറുതെ ഒന്നും പാടിയിട്ട് കാര്യമില്ല. ഇരിക്കുന്ന സദസ്സിന് ആസ്വദിക്കാനുള്ള കഴിവുകളുണ്ട്. ആസ്വാദനം കൂടുമ്പോൾ മാത്രമേ ഒരു കലാകാരന്റെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തുകയുള്ളൂ. കല ആസ്വദിക്കുമ്പോൾ ആസ്വാദന ശക്തിക്ക് ഏറ്റവും വലിയ ചാരുത ഉണ്ടാകുമ്പോഴാണ് പ്രകടിപ്പിക്കുന്ന കലാകാരൻ അദ്ദേഹത്തിന്റെ സർഗാത്മകത പ്രകടിപ്പിക്കാൻ പറ്റുകയുള്ളൂ. സദസ്സ് ബോറടിച്ചിരുന്ന അവിടെ കലാപ്രകടനം നടക്കില്ല. അപ്പൊ സദസ്സിനെ എപ്പോഴും ഒരു ജിജ്ഞാസയിൽ നിർത്തണം. സദസ്സിനെ എപ്പോഴും സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കുന്ന ഈ കലാകാരൻ, ഫോട്ടോഗ്രാഫർ അത്തരത്തിലുള്ള ഒരു കലാകാരൻ. ഓരോരുത്തർക്കും ഓരോ മേഖലയിലുള്ള ഫോട്ടോഗ്രാഫി ആയിരിക്കും ഇഷ്ടപ്പെടുക. പ്രകൃതിയെ ക്യാപ്ചർ ചെയ്യുന്നവർ, മൃഗങ്ങളുടെ പിന്നാലെ നടക്കുന്നവർ, മനുഷ്യന്റെ സന്തോഷം, മനുഷ്യന്റെ ദുഃഖം, മനുഷ്യന്റെ ദേഷ്യം, മനുഷ്യന്റെ പുച്ഛം, ഇതൊക്കെ പകർത്തുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അതിനൊക്കെ ഒരു പ്രത്യേക കലയാണത്. ഇപ്പൊ എന്താ വെച്ചാൽ സ്റ്റുഡിയോയിൽ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒരാളെ നിൽക്കണം, അതല്ല. അതൊരു പ്രൊഫഷൻ. ആ പ്രൊഫഷന്റെ ഏറ്റവും ഒരു താഴ്ന്ന ഭാഗമാണ്. ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും ഉയർന്ന ഭാഗം ഇതിന്റെ ഏറ്റവും സൗന്ദര്യാത്മകമായ വശങ്ങളെ പകർത്തുക എന്നത്. പട്ടിണി കിടക്കുന്ന ആഫ്രിക്കൻ കുട്ടികൾ എല്ലുന്തിക്കൊണ്ട് ഭക്ഷണം കിട്ടാതെ ആഫ്രിക്കൻ വനാന്തരങ്ങളിലും ആഫ്രിക്കയിലെ ഗോത്രയുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലുന്തിക്കൊണ്ടുള്ള ശരീരവുമായിട്ട് റോഡിൽ കിടന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ 2 കഴുകന്മാർ അതിന്റെ ചുറ്റിൽ വന്നിരുന്നതിന് ആ ഫോട്ടോ എടുത്ത ചിത്രമുണ്ടോ? ലോക മനസാക്ഷിയെ പുറങ്കല്ലിപ്പിച്ച ചിത്രമാണ്. കഴുകൻ വരുന്നത് എന്തിനാ? ഈ കുട്ടിയെ കൊണ്ടുപോകാനാ. കുട്ടി എന്തിനാ അവിടെ നിൽക്കുന്നത്? എച്ചിൽ ഭക്ഷണം കഴിക്കാൻ. അപ്പൊ ആ ഫോട്ടോഗ്രാഫറുടെ ലോകത്തിന്റെ സന്ദേശം കൊടുക്കുകയാണ്. ഫോട്ടോഗ്രാഫർ സാമ്രാജ്യത്വത്തിന്റെ ഭീകരതയാണിത്. അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തുന്ന ഏറ്റവും ദുഷ്ട പ്രക്രിയയാണ് ഈ ഫോട്ടോ. ഒറ്റ ഫോട്ടോയിലൂടെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ വിയറ്റ്നാം യുദ്ധത്തിൽ ആ കുട്ടി ഓടി വരുന്ന രംഗം, അത് ലോക മനസാക്ഷിയെ ഞെട്ടിയുറപ്പിച്ചു. പാലസ്തീനിൽ 10,000-കണക്കിന് കുട്ടികളെ കൊല്ലുന്നു, മനുഷ്യന്മാര് ചത്തൊടുങ്ങുന്നു. ഇപ്പോഴും പറഞ്ഞു നിർത്തിയിട്ടില്ല. മിനിഞ്ഞാന്നും പറഞ്ഞു അതിന്റെ പല ഇസ്രായേലിന്റെ ഭരണാധികാരി ഇനിയും കൊല്ലൽ നിർത്തില്ല, കൊന്നുകൊണ്ടേയിരിക്കുന്ന മിനിഞ്ഞാന്നും പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരാളുടെ അങ്ങനെ ചിത്രങ്ങൾ വന്നു. അഹന്തയുടെ ഭാവമായിട്ടൊരു ചിത്രം ലോകത്തിന് സന്ദേശം കൊടുക്കുകയാണ്. അപ്പൊ ആ സന്ദേശമാണ് സാമൂഹിക മാറ്റത്തിന് ജനങ്ങളെ വിധേയമാക്കുന്നത്. ചിത്രങ്ങൾ കൊണ്ട് കൂടുതലത് സാധിക്കും പ്രസംഗത്തിനേക്കാളും. പ്രസംഗം കൊണ്ട് സാധിക്കില്ല എന്നല്ല ഞാൻ പറയുന്നു. പക്ഷെ എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? ഇന്ന് ബഹുഭൂരിഭാഗം ആൾക്കാരും, ഇന്ത്യയിൽ പ്രത്യേകിച്ച് 75% ആൾക്കാരും ഒന്നും വായിക്കാത്തവരാണ്. അതുകൊണ്ട് ലോകത്തിൽ എന്താ നടക്കുന്നത്? ഇന്ത്യയിലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, ലോകത്തിന്റെ പല രംഗങ്ങളിൽ നടക്കുന്ന സംഭവം ഒന്നും അറിയാൻ താല്പര്യമില്ലാത്തവരാണ്. പക്ഷെ അങ്ങനെ അറിയാൻ താല്പര്യമില്ലാത്ത ഒരു ചിത്രം കണ്ടാൽ ചിലപ്പോൾ ശ്രദ്ധിക്കും.
അപ്പൊ ആ ചിത്രത്തിന് ഒരു ചാരുതയും മനോഹാരിതയും വേണം. അപ്പൊ ആ ചിത്രങ്ങളിലൂടെ ചരിത്രത്തിനെ മാറ്റാം, ചരിത്രം പറഞ്ഞു കൊടുക്കാം ചിത്രങ്ങളിലൂടെ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുഗപുരുഷന്മാരുടെ ചിത്രം, അവരെന്തിനു വേണ്ടി ജീവിച്ചു, അവരെന്താണ് പ്രവർത്തിച്ചത്, അവർ എന്താണ് ചിന്തിച്ചത് എന്ന് ചിത്രങ്ങളിലൂടെ പറയാം. ഇപ്പൊ ഗാന്ധിയുടെ മാത്രം ചിത്രമെടുത്താൽ 10,000-കണക്കിന് ചിത്രമുണ്ട്. ഒരു എക്സിബിഷൻ നടത്തിയാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ആ ചിത്രങ്ങളിലൂടെ പഠിക്കാൻ പറ്റും. വലിയ ഗ്രന്ഥമൊന്നും എഴുതേണ്ട കാര്യമില്ല. നെഹ്റുവിന്റെ ചിത്രം, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ചിത്രം, വലിയ വലിയ യുഗപുരുഷന്മാർ, വ്യത്യസ്ത മേഖലയിലുള്ള യുഗപ്രതിഭകളുടെ ചിത്രങ്ങൾ, ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഫോട്ടോഗ്രാഫേഴ്സ്. അപ്പൊ ക്യാമറ ചലിപ്പിക്കുക എന്നുള്ളത് ഒരു എളുപ്പമായ പ്രക്രിയയല്ല. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ക്യാമറാമാൻ സന്തോഷ് ശിവൻ പ്രകൃതിയെ ഇങ്ങോട്ട് വരച്ചു വെക്കുകയല്ലേ അദ്ദേഹം ചെയ്യുക. പ്രകൃതിയെ വരച്ചു വെക്കുക, പ്രകൃതിയുടെ സൗന്ദര്യം മുഴുവൻ ഒക്കുക. ഒരു അഭിനേതാവിന്റെ എല്ലാവിധ മുഖത്തെ മാംസപേശികളുടെ ചലനങ്ങളും അദ്ദേഹം ഒപ്പുവെക്കും. ചിലര് പറയും ചില നടന്മാരുടെ തള്ളവിരൽ പോലും അഭിനയിക്കുന്നൊക്കെ. ലോകത്തിലെ ചില നടന്മാരെ കുറിച്ച് പറയാറുണ്ട്. ആ തള്ളവിരൽ ചലിപ്പിക്കുന്നത് ഫോട്ടോഗ്രാഫിയിലൂടെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം അത് ചലിപ്പിക്കുന്നുണ്ടാവാം, പക്ഷെ അതിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഈ ഫോട്ടോഗ്രാഫറാണ്. ഇപ്പൊ മലയാളത്തിലെ 1-2 നടന്മാരെ കുറിച്ച് അങ്ങനെ പറയാം. അദ്ദേഹത്തിന്റെ പുരികം പോലും അഭിനയിക്കും, അദ്ദേഹത്തിന്റെ വിരല് പോലും അഭിനയിക്കുന്നൊക്കെ. 1-2 നടന്മാരെ കുറിച്ച് ചലച്ചിത്ര നിരൂപകന്മാർ പറയാറുണ്ട്. നടന്മാരെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അതൊക്കെ വരുന്നത് ഈ ക്യാമറ ഒപ്പിയെടുക്കാനുള്ള, ഈ ക്യാമറയ്ക്ക് പിന്നിൽ ഒരു ഫോട്ടോഗ്രാഫർ നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ മസ്തിഷ്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതിജാഗ്രതയോട് കൂടിയിട്ട്. എങ്ങനെയാണ് ഇതിനെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിന് കൂടുതൽ മനോഹാരിത കൂട്ടേണ്ടത് എന്നാണ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുക. അങ്ങനെയാണ് ലോക ചരിത്ര പ്രസിദ്ധമായ ചിത്രങ്ങൾ പിറന്നു വീഴുക. നിഷ്കളങ്കമായ ചിത്രങ്ങൾ ഉണ്ടാവും, കുട്ടി കരയുന്ന ചിത്രങ്ങൾ ഉണ്ടാവും, കുട്ടി ചിരിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാവും. ആ കുട്ടിയുടെ കരച്ചിലും കുട്ടിയുടെ ചിരിയും ലോകത്തിലെ അമ്മമാരെ മുഴുവൻ ആകർഷിക്കും. സ്നേഹം എന്താണെന്ന് ചിത്രങ്ങൾ പറഞ്ഞു തരും. അതേസമയം വെറുപ്പിന്റെ ചിത്രങ്ങളുണ്ട്, വിദ്വേഷത്തിന്റെ ചിത്രങ്ങളുണ്ട്, ദേഷ്യത്തിന്റെ ചിത്രങ്ങളുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങളുടെ കാലമാണല്ലോ ഇന്ന്. ആ ജോർഡാൻ നദിക്കരയിൽ കുറെ ശവശരീരങ്ങൾ പൊന്തിക്കിടന്നപ്പോൾ ചെറിയ കുട്ടിയുടെ ശവം കമന്ന് വീണിട്ടുള്ള യുദ്ധം ആ ചിത്രം കണ്ടില്ലേ? ലോകം കണ്ടില്ലേ ചിത്രങ്ങൾ? അതാണ് ചിത്രത്തിന്റെ ശക്തി. ആ ഫോട്ടോഗ്രാഫറുടെ ഇമാജിനേഷൻ അത് സന്ദേശം കൊടുക്കുകയാണ്. ഭീകരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ കൊന്നൊടുക്കുന്ന മനുഷ്യരുടെ ചിത്രം, അതിന്റെ ചെറിയ കുട്ടിയുടെ മൃതശരീരം, അത് മനുഷ്യ മനസ്സിനെ എങ്ങനെ വർണ്ണലിപ്പിക്കുക. ഭരണാധികാര വർഗത്തിന്റെ അനീതികൾക്കെതിരെ, ദുർഭരണത്തിനെതിരെ, മനുഷ്യവിരുദ്ധ പ്രക്രിയകൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഫോട്ടോഗ്രാഫി ശക്തി നൽകും. ജനശക്തി ഉണർത്താൻ ഫോട്ടോഗ്രാഫിക്ക് കഴിയും. ജനങ്ങളുടെ സാഹോദര്യബോധം ഉയർത്താൻ ഫോട്ടോഗ്രാഫിക്ക് കഴിയും. ജനങ്ങളുടെ ഇടയിലുള്ള സ്നേഹത്തിനെ വ്യാപരിപ്പിക്കാൻ ഫോട്ടോഗ്രാഫിക്ക് കഴിയും. ഇന്ന് ഒരാളുടെ പേര് ചോദിച്ചാൽ ആദ്യം പേര് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ ആദ്യം കാണും എന്താ പേര്? എന്റെ പേര് അജിൽ കൊള്ളാടി ഞാൻ പറഞ്ഞാൽ അടുത്ത ചോദ്യത്തോട് എന്താ ജാതി? ഇന്ത്യയുടെ സ്ഥിതി അതാണ്. ഇപ്പോഴല്ല പണ്ട്, ഇപ്പൊ പുതിയമാണ്. ഇനി ജാതി പറഞ്ഞാലോ ഏതാ ഉപജാതി? അടുത്ത ചോദ്യം. ട്രെയിനിലങ്ങ് പോകുമ്പോൾ നിരന്തരം അനുഭവപ്പെടുന്നവരാ പലർക്കും. അങ്ങനെയുള്ള രാഷ്ട്രത്തിൽ ജാതിക്കെതിരായ ഫോട്ടോഗ്രാഫി ഉണ്ടാക്കണം. മതവർഗീയതയ്ക്കെതിരായിട്ടുള്ള ഫോട്ടോഗ്രാഫി വേണം. ഇവിടെ ചന്ദനപ്പൊട്ടും കുരിശുവരെയും നിസ്കാരത്തടമ്പും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോഗ്രാഫി ചിത്രങ്ങൾ വേണം. അങ്ങനെയാണ് സമൂഹത്തിന്റെ സന്ദേശം കൊടുക്കുക. അല്ലാണ്ട് ഒരാൾ വന്ന വേറൊരാളുടെ ആരാധനാലയങ്ങൾ പൊളിക്കുന്ന ചിത്രമല്ല കൊടുക്കുക. സാഹോദര്യബോധം വളർത്തണം, സഹിഷ്ണുത വളർത്തണം, സ്നേഹം വളർത്തണം. ഇതൊക്കെ ഫോട്ടോഗ്രാഫിക്ക് കഴിയും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇടയ്ക്ക് ഓഫീസിൽ നിന്ന് പുറത്തു വരും അദ്ദേഹം. അതിങ്ങനെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് പാർലമെന്റിന്റെ ഓഫീസിന്റെ ബാൽക്കണിയിൽ നിന്ന് നേരിട്ടു. അപ്പൊ നോക്കുമ്പോ എന്താ, ഒരു വിമാനം പറക്കുന്ന ശബ്ദം. അവൻ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വിമാനം പറക്കുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിയുടെ എതിർയാണ്. അദ്ദേഹത്തിനുള്ള ആ കുട്ടി, ചെറിയ കുട്ടി.
അതെടുത്ത ഫോട്ടോഗ്രാഫർ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതല്ല വേണ്ടത്. ഇപ്പൊ പല സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാവിലെ 7 ഡ്രസ് അതിന്റെ ഫോട്ടോ, ഉച്ചയ്ക്ക് വേറെ ഡ്രസ് അതിന്റെ ഫോട്ടോ, വേറെ ഡ്രസ് അതിന്റെ ഫോട്ടോ. അപ്പൊ വലിയ വലിയ നേതാവാണെങ്കിൽ ഉള്ളിൽ കുട്ടിത്തം വേണം. ആ കുട്ടിത്തമാണ് ഫോട്ടോഗ്രാഫേഴ്സ് പകർത്തുന്നത്. ഗാന്ധിയുടെ ചിരി കാണാത്തൊരു ഫോട്ടോ ഉണ്ട്. ആ പല്ലില്ലാത്ത ചിരി, ആ ചിരിയാണ് ലോകത്തിന് സന്ദേശം കൊടുത്തത്. ഏറ്റവും നിഷ്കളങ്കമായ ചിരിയെ മനുഷ്യ ഒരുമിക്കൂ എന്നുള്ള ചിരി, മനുഷ്യ സ്നേഹം കൊടുക്കുക എന്നുള്ള ചിരി. ഇതൊക്കെ എല്ലാ മനുഷ്യനിലും ഉണ്ടാകേണ്ട ബോധമാണ്. ആ തരത്തിലുള്ള ബോധം വളർത്താൻ ചിത്രങ്ങൾക്ക് കഴിയും. മനോഹരമായ പ്രകൃതിയെ ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിന്റെ ഓരോ ചരാചരങ്ങളുടെയും ജീവൻ പ്രക്രിയയെ മുഴുവൻ ഫോട്ടോയിലേക്ക് പകർത്തുമ്പോൾ ആ ജൈവ സംധാരണത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളെ മുഴുവൻ ആ ഫോട്ടോഗ്രാഫിയിൽ പ്രതിഫലിക്കും. കണ്ടിട്ടില്ലേ നാഷണൽ ജോഗ്രഫി ഫോട്ടോസ്? ചെറിയ ഉറുമ്പങ്ങനെ ജീവിക്കുന്നു എന്ന് കാണിച്ചു, ചെറിയ പ്രാണികളുടെ ജീവിതം കാണുന്നു, വലിയ സിംഹത്തിന്റെയും കാണാം, വലിയ തിമിംഗലത്തിന്റെയും കാണാം. ഇതിന്റെ പിന്നാലെ പോവുകയാണ് ഈ ഫോട്ടോഗ്രാഫർ. അതിസാഹസികമായിട്ടുള്ള ദൗത്യമാണിതെല്ലാം. അപ്പൊ അതിലൂടെ കവിത എഴുതുകയാണ്, അതിലൂടെ നോവൽ എഴുതുകയാണ്, ചിത്രങ്ങളുടെ നോവൽ, ചിത്രങ്ങളുടെ കവിത. അപ്പൊ അതൊക്കെയാണ് ഒരു സർഗാത്മകത ഉള്ള ഒരു ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയുള്ള സർഗാത്മകതയുള്ളവരാ നിങ്ങളെല്ലാവരും. അത് വിശ്വപരമായിട്ടുള്ള മേഖലയിലേക്ക് കൊണ്ടുവരിക. ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത, ജീവിക്കാൻ വേണ്ടി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ജീവിക്കുമ്പോ തോന്നണം ഞാൻ ജീവിക്കുന്നു. രാവിലെ നീട്ടി വൈകുന്നേരമായി കടന്നുറങ്ങി, അത് 50 കൊല്ലം അതന്നെ ചെയ്ത് വെറ്റാറിയൻ വരെ ഇതെന്റെ പെണ്ണായി. ബഹുഭൂരിഭാഗം ജനതയും ലോകത്തിൽ ആൾക്കൂട്ടത്തിന്റെ ഭാഗം. വ്യത്യസ്തമായിട്ട് വിവിധമായി ശബ്ദാത്മകത പ്രകടിപ്പിക്കുന്നവർ വ്യത്യസ്ത മേഖലകളിൽ വളരെ വിരളമാണ്. അപ്പൊ നിങ്ങൾ വെറും ഒരു ഫോട്ടോഗ്രാഫറായിട്ട് കയറുന്നില്ല, ലോകത്തിൽ തന്നെ ഏറ്റവും ഉത്തുംഗസായി എത്തി നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സായിട്ട് മാറുന്നു. ലക്ഷക്കണക്കിന് ഫുട്ബോളേഴ്സ് കളിക്കുന്നു. പക്ഷെ എല്ലാവരും തന്നെ മെസ്സിയുടെയും നെയ്മറുടെയും റൊണാൾഡോയുടെയും ഷവാരഷിന്റെയും ഒക്കെ കളി കാണാൻ മാത്രം നിൽക്കുന്നത് അവര് കാലുകൊണ്ട് കവിത രചിക്കുകയാണ്. അവർ ദേഹം കൊണ്ട് ഏറ്റവും സർഗാത്മക പ്രക്രിയ നടത്തുകയാണ്. മറ്റുള്ളവർ കളിക്കുന്നത് പോലെയല്ല അവർ കളിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും അങ്ങനത്തെ സമ്പുഷ്ടമായിട്ടുള്ള സൗന്ദര്യം പ്രവഹിക്കുന്ന ചില യുഗപുരുഷന്മാരുടെ പ്രക്രിയകൾ കാണാൻ നമുക്ക് സാധിക്കും. അത് സാധിക്കുന്നത് അവനവന്റെ ഉള്ളിലെ ആന്തരികതയെ അവർ ഉണർത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഈ ആന്തരിക ചൈതന്യം, നമ്മുടെ ഉള്ളിലുള്ള സർഗാത്മകതയെ ഉണർത്തുക. ആ ഉള്ളിലുള്ള സർഗാത്മകതയെ ഉണർത്തുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും തോന്നുക നമ്മൾക്ക് അനർഗളമായിട്ടുള്ള കഴിവുകളുണ്ട്. ഓരോരുത്തരുടെയും കഴിവിനെ അവനവൻ തിരിച്ചറിയണം. നിർഭാഗ്യകരമായി പറയാം, ബഹുഭൂരിഭാഗം ജനതയ്ക്കും അവനവന്റെ കഴിവിനെ തിരിച്ചറിയുക. അതുകൊണ്ട് മറ്റുള്ളവരെ അനുകരിക്കാൻ വേണ്ടി നടക്കും. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സിനിമാകാരന്മാരെ അനുകരിക്കുന്നവർ, ആരാധിക്കുന്നവർ. വേറെ ഒരു രാജ്യത്ത് നിന്നാലും ഈ റെക്കോർഡ് കാണില്ല. ഇപ്പൊ ഹോളിവുഡ് സ്ട്രീറ്റിലൂടെ, ന്യൂയോർക്ക് സ്ട്രീറ്റിലൂടെ ടോം ക്രൂയിസോ അല്ലെങ്കിൽ അഞ്ജലീന ജോലിയോ ഒക്കെ നടന്നു പോവുകയാണെങ്കിൽ ഒരാളും മൈൻഡ് ചെയ്യില്ല. ഇവിടെ ഏറ്റവും വലിയ സിനിമാകാരൻ കേരളത്തിൽ പോലും വലിയ ആൾക്കാർ എത്ര അതിന്റെ റീൽസാണ് അങ്ങനെ നടന്നു വരുന്ന റീൽസ്. അവരിട്ടിരിക്കുന്ന വേഷത്തിൽ ഇത് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ. അവർ നമ്മുടെ വലിയ മനുഷ്യന്മാർ. അവരുടെ വൈഭവത്തിനെ നമ്മൾ ബഹുമാനിക്കണം, അവരുടെ അതുല്യമായ കഴിവുകളെ ബഹുമാനിക്കണം. പക്ഷെ ഒരാളെ അനുകരിക്കുന്നതിന് പകരം നിങ്ങൾ എന്തുകൊണ്ട് അതിനേക്കാൾ വലിയ കലാകാരനാകുന്നില്ല എന്നല്ല ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിനെ നമ്മൾ അർത്ഥവത്തായിട്ട് ഉപയോഗിക്കണം. നമ്മുടെ ഉള്ളിലെ കഴിവുകളെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ ഏറ്റവും വലിയ ഉച്ചസ്ഥായിയിലെത്തുക. ഭഗവത്ഗീത 18 അധ്യായവും എഴുതി കഴിഞ്ഞിട്ട് നാരദര് വ്യാസനോട് ചോദിച്ചു എന്നാണ് കഥ. ചോദ്യം ഇതാണ്, 18 അധ്യായം ഒറ്റ വരിയിൽ എഴുതി തരാൻ പറ്റുന്നു. വ്യാസൻ എഴുതിക്കൊടുത്തൊരു ഉത്തരവുണ്ട് ഒറ്റ വരി, ഡിസ്കവർ ദ സെൽഫ്, അവനവനെ കണ്ടെത്തുക. അതാണ് ഭഗവത്ഗീത.
പക്ഷെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ 85% ആൾക്കാർ ഈ പുസ്തകം തന്നെ കാണുന്നുണ്ട്, വായിക്കുന്ന പോട്ട് ഇത് തൊടില്ലേ വയ്യോ. പക്ഷെ അതിന്റെ പേരിൽ എല്ലാ കലാപവും നടക്കുന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങൾ കൊടുക്കുന്ന ഒരുപാട് സന്ദേശങ്ങളും ഈ സർഗാത്മകത വളർത്താൻ പരിശുദ്ധ ഖുർആൻ പറയുന്നതും വിശുദ്ധ ബൈബിള് പറയുന്നതും ആന്തരിക സത്തയെ വളർത്തിക്കൊണ്ടുവരും. ആന്തരികതയുടെ ഏറ്റവും വലിയ സമൃദ്ധിയാണ് മനുഷ്യനെ ഏറ്റവും വലിയ പുതിയ പുതിയ മേഖലകളിലേക്ക് കടത്തിക്കൊണ്ടുവരിക. ആ ആന്തരികതയെ, ഇന്റീരിയോറിറ്റി, നമ്മുടെ ഉള്ളിലുള്ള ആ സ്ഥായിയായിട്ടുള്ള സർഗ ചൈതന്യത്തിനെ പുറത്തു കൊണ്ടുവരും. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഉത്തരവാദിത്വമായിട്ട് മാറുന്നത്. എവ്രിതിങ് ഈസ് പോസിബിൾ ഫോർ എ ഹ്യൂമൻ ബീയിങ്. മനുഷ്യന് സാധിക്കാത്ത ഒരു കാര്യവുമില്ല. അസാധ്യം എന്നുള്ള വാക്ക് മനുഷ്യന്റെ നീക്കത്തിനുള്ളിൽ ഇല്ല എന്ന് പറഞ്ഞ മഹാതത്വചിന്തകന്മാർ ലോകത്തിലുണ്ടായിട്ടുണ്ട്. അസാധ്യമൊന്നുമില്ല. അങ്ങനെ അസാധ്യമില്ല എന്നുള്ള ചിന്ത വളരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് സാധ്യമാണ് എല്ലാവരുടെ തോന്നലുകൾ. അതാണ് ഓരോ കലയിലും നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ നല്ല ഡാൻസുകാർ, നല്ല പാട്ടുകാർ. അപ്പൊ നമ്മുടെ ജീവിതത്തിനെ എപ്പോഴും നമ്മൾ ഒരു യുണീക്കായിട്ട് നിർത്തണം. മോട്ടിവേറ്റ് ചെയ്യണം നമ്മൾ സ്വന്തം. നമ്മൾ സ്വന്തം നമ്മൾക്ക് പ്രചോദനം നൽകുമ്പോഴാണ് നമ്മുടെ ശക്തി, ആന്തരിക ശക്തി വളരുന്നത്. ഇപ്പൊ എല്ലാവരും മോട്ടിവേഷൻ ടോക്സ്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ പറഞ്ഞു. മോട്ടിവേഷൻ ഞാൻ ചെന്നതിനൊക്കെ പറയാൻ ഈ മോട്ടിവേഷൻ ക്ലാസ്സിന്റെ ഏർപ്പാട് നിർത്തണം. കാരണം അവനവനെ മോട്ടിവേറ്റ് ചെയ്യാൻ അറിയാത്തവരാണ് മറ്റുള്ളവരുടെ മോട്ടിവേഷൻ ടോക്ക് കേൾക്കുന്നത്. ഒരു മനുഷ്യൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവനവനെ പ്രചോദിപ്പിക്കല, സ്വന്തം പ്രചോദിപ്പിക്കണം. അതിന് ചിന്ത വളരണം, ചിന്തിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ ചിന്തിച്ചത് കൊണ്ടാണ് ലോകത്തിൽ ആപേക്ഷിക സിദ്ധാന്തം ഉണ്ടാക്കിയത്. തോമസ് എഡിസൺ 990 പ്രാവശ്യം ഈ ലൈറ്റുകളെ കത്തിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അപ്പൊ അമ്മ പറഞ്ഞിട്ട് വേറെ വല്ല പഠിക്കാൻ പോയിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. തോമസ് എഡിസൺ പിന്നെയും ശ്രമിച്ചു. അങ്ങനെ 1001 പ്രാവശ്യം അത് കത്തിയത്. അങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇന്നത്തെ കാലത്ത് തലവേദന വന്ന ക്ലാസ്സൊന്നുമില്ല. തോമസ് എഡിസൺ എന്ന് പറഞ്ഞ വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ നിരന്തരമായ ശ്രമത്തിലൂടെയാണ് ഈ ബൾബ് കത്തിച്ചത്. അങ്ങനെ എന്തെല്ലാം വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ ഈ സർഗ ചൈതന്യത്തിന്റെ ഫലമായിട്ട് വന്നു. അപ്പൊ ഏത് രീതിയിൽ ഈ സർഗാത്മകതയെ നമ്മൾ വളർത്തിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സാധനമല്ല, ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ടതല്ല സമയം. പക്ഷെ നിർഭാഗ്യവശാൽ എല്ലാ മനുഷ്യന്മാരും ഏറ്റവും അധികം വെറുതെ ചെലവാക്കുന്നതും അതന്നെയാണ് സമയം. വെറുതെ വർത്താനം പറഞ്ഞ ടൈമിൽ ചെലവാക്കും. എത്ര അമേരിക്കൻ ഡോളർ കൊടുത്താലും 1 മിനിറ്റ് തിരികെ കിട്ടില്ല. ഇത് എന്തിനാ ഈ സമയത്തിന് ചെലവാക്കുന്നത്? വെറുതെ വർത്തമാനം പറയാം. 2 പേര് വർത്താനം പറഞ്ഞാൽ ഉറപ്പിച്ചോളൂ അതെന്തിനെ കുറിച്ചായിരിക്കും. അവിടെ ഇല്ലാത്ത 3ാമത്തെ ആളെ കുറിച്ച് മിക്കവാറും സമയത്ത് പരദൂഷണത്തിൽ എക്സ്പെർട്സ് ഉള്ളത്. സർഗാത്മക വർത്തമാനില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സമൂഹത്തിന് നമ്മൾക്ക് ഈ വർത്തമാനം കുറച്ച് കേവന്മാരാണെന്ന് പറയുന്ന ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചയും വൈകുന്നേരം 7:30 മണി മുതൽ 8 മണി വരെയുള്ള ചർച്ച, 9 മണി വരെ, അത് ചർച്ചയല്ല. ശ്രദ്ധിച്ചാൽ മതി, അത് സംഭാഷണമല്ല, സംവാദമല്ല. അത് അട്ടഹാസ്യവാക്രോശം. അത് കേൾക്കാനാണ് ലക്ഷക്കണക്കിന് മലയാളികൾ എന്നെ മുന്നിൽ. പണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സംവാദങ്ങളാണ്, ആശയപരമായ ചർച്ചയാണ്, സംഭാഷണങ്ങളാണ്. ഇന്ന് സംവാദവും ചർച്ചയും സംഭാഷണവുമില്ല, അട്ടഹസിക്കുക, അല്ലാതെ എന്നിട്ട് ഞാനാണ് കേരളത്തിൽ വെളിപ്പെടുത്തുക. അപ്പൊ അത് ആൾക്കൂട്ടത്തിന്റെ ഭാഗമാണ്. സ്ഥായിയായിട്ട് പരിണാമം ഉണ്ടാക്കാൻ ആ ചർച്ചകൾക്ക് പറ്റുന്നില്ല. പക്ഷെ ഫോട്ടോഗ്രാഫർ ചിത്രം കാവ്യാത്മകമായിട്ടുള്ള ചിത്രം പ്രദർശിപ്പിച്ചാൽ ഈ 1 മണിക്കൂർ ചർച്ചയിലേക്കാൾ കൂടുതൽ സ്വാധീനം ഒറ്റ ചിത്രത്തിനുണ്ടാകും. ഏത് രംഗത്തും അങ്ങനെ സർഗാത്മകത പ്രകടിപ്പിക്കുകയാണ്. പഴയ കാലത്തെ പത്രാധിപന്മാർ, പഴയകാലത്തെ പത്രമൊക്കെ നോക്കി നോക്കൂ. പഴയ കാലത്ത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ 70-കൾ 80-കളിലൊക്കെ ഉള്ള പത്രം വിദൂരതയിലേക്കൊന്നും പോകും. എഡിറ്റോറിയലിന്റെ മുകളില് 2 വരിയുണ്ടാവും, ഇന്നത്തെ വാചകം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ബൈബിളിലെ വാചകം ഉണ്ടാവും, ഖുറാനിലെ വാചകം ഉണ്ടാവും, ഭഗവത്ഗീതയിലുണ്ടാവും, സോക്രട്ടീസിലുണ്ടാവും, മഹാത്മാഗാന്ധിയുടെ ഉണ്ടാകും, ടാഗോറിന്റെ ഉണ്ടാകും. അങ്ങനെ പല തത്വചിന്തകന്മാരുടെയും വാചകമുണ്ട്. ഇപ്പോഴും ഉണ്ട്, ചിലപ്പോഴൊക്കെ കാണാം. പക്ഷെ അത് ആര് വായിക്കുന്നു? ഇപ്പൊ സർഗാത്മകമായ പ്രഭാഷണം കേൾക്കാൻ ആളെ കിട്ടില്ല.
ദുരാത്മാക്കളുടെയും ആത്മാവില്ലാത്തവരുടെയും പ്രഭാഷണം കേൾക്കാൻ ആളുകളുണ്ട്, ദുർഭാഷണം കേൾക്കാൻ ആളുകളുണ്ട്, സദ്ഭാഷണം കേൾക്കാൻ ആളുകൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെ ദുർഭാഷണം. അതുകൊണ്ടല്ലേ മനുഷ്യനെ കലാപത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്. അതുകൊണ്ടല്ലേ ഈ ജാതിമത കലാപങ്ങൾ അണപൊട്ടി ഒഴുകി വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമില്ലായ്മ ചെയ്യപ്പെടുക. ആ ചൈതന്യത്തിനെ കെടാതെ നമ്മൾ സൂക്ഷിക്കണം. യൗവനം എന്നുള്ളത് അണയാത്ത ജ്വാലയാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. ആ ജ്വാലയെ കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കടമ. ആ ജ്വാല കെടാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലെ ഈ ആന്തരിക ശക്തിയെ പൂർണ്ണ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോഴാണ് ധൈര്യം ഉണ്ടാവുക, ആത്മവിശ്വാസം ഉണ്ടാവുക, ചോദ്യം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവുക. ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആവശ്യമായിട്ട്. അവസാനിപ്പിക്കുക, സമയം അധികമാകുന്ന കാര്യം. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ, ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ചോദ്യം ചെയ്യുക. എന്തിനെ ചോദ്യം ചെയ്യുക? അനീതിയെ ചോദ്യം ചെയ്യുക, അധർമ്മത്തിനെ ചോദ്യം ചെയ്യുക, അസഹിഷ്ണുതയെ ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യൽ പ്രക്രിയ ഇല്ലാത്തത് കൊണ്ടാണ് സമൂഹം ജീർണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നേതൃത്വം വളർന്നു വരാത്തത്. നിങ്ങൾ ഓരോരുത്തരും നേതാക്കന്മാർ. നിങ്ങളുടെ ഉള്ളിലെ നേതാവിനെ നിങ്ങൾ ഉണർത്തണം. നമ്മുടെ ഉള്ളിലെ നേതൃത്വപരമായ കഴിവിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. ഇന്ന് അതല്ല പലരും ചെയ്യുന്നത്. ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ പണ്ടുകാലത്തെ മുദ്രാവാക്യം ഇപ്പോഴും ഉണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ലക്ഷം ഉണ്ടാവില്ല. അങ്ങനെ വേറൊരാൾക്ക് കൈ പിടിക്കേണ്ട കാര്യമില്ല. വിളിക്കേണ്ടത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ ഉള്ളിലെ നേതാവിനെ ഉണർത്തേണ്ടത്. അതാണ് യുഗപുരുഷന്മാര് പഠിപ്പിച്ചത്. അവനവന്റെ ഉള്ളിലെ നേതൃത്വത്തിനെ വളർത്തിക്കൊണ്ടുവരും. അങ്ങനെ നേതൃത്വ പാഠവത്തിലൂടെ ഇച്ഛാശക്തി വേണം നേതൃത്വത്തിന്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം നേതൃത്വത്തിന്, സഹകരണ മനോഭാവം വേണം നേതൃത്വത്തിന്, സംഭാഷണ ചാതുര്യം വേണം നേതൃത്വത്തിന്, ഒരു കരീസ്മ വേണം, അപാരമായ വ്യക്തിപ്രഭാവം വേണം നേതൃത്വ. വ്യക്തിപ്രഭാവം വെച്ചാൽ അഹങ്കാരത്തിന്റെ വ്യക്തിപ്രഭാവം, വിനയത്തിന്റെ വ്യക്തിപ്രഭാവം വേണം. ഇങ്ങനെ പല ഘടകങ്ങളും കൂടുമ്പോഴാണ് നേതൃത്വം കൊണ്ട്. അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. ആ നേതൃത്വ പാഠത്തിന്റെ പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് ഒരു ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന മേഖലകളിലൂടെ സഞ്ചരിക്കാൻ പറ്റും. ഉയർന്ന മേഖല എന്ന് ഉദ്ദേശിക്കുന്ന ഗുണപരമായ മേഖല, സൗന്ദര്യപരമായ മേഖലകൾ, അല്ലാണ്ട് വളരെ സമ്പത്തും ഇത് മാത്രമല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ ഉള്ളിലുള്ള ജീവിതത്തിനെ സമ്പുഷ്ടമാക്കുക. സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ആന്തരിക സമ്പത്ത് കൊണ്ട്, ആന്തരികമായ സർഗ വൈഭവങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കലയ്ക്ക് അനന്യമായ സ്വാധീനം സമൂഹത്തിലും രാഷ്ട്രത്തിലും ലോകത്തിലും സംഭാവന ചെയ്യാൻ പറ്റും. അത് ലോകത്തിന്റെ ചരിത്ര, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളെ മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റും. സമൂഹത്തിൽ സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും ഒക്കെ പടർത്താൻ പറ്റും. വിദ്വേഷത്തിന്റെ സമൂഹത്തിൽ നിന്ന് മാറി സ്നേഹത്തിന്റെ സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ ഫോട്ടോഗ്രാഫിക്ക് സാധിക്കും. അതിനാണ് സ്കിൽ. നിങ്ങളുടെ ഉള്ളിലുള്ള ആ അനന്യമായിട്ടുള്ള കഴിവുകളെ കൈവിടാതെ, ആലസ്യത്തിൽ ഉള്ള ജീവിതം നയിക്കാതെ ഉണർന്നിന് എപ്പോഴും ഉണർന്നിരിക്കുക. വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരൻ നിബോധിത. ഉണരുക, ജാഗ്രത പുലർത്തുക, ലക്ഷ്യം നേടുന്നത് വരെയുള്ള പോരാട്ടം നടത്തുക, അതിന് ബുദ്ധിയെ പ്രകടിപ്പിക്കുക. ഭാരതത്തിന്റെ ഏറ്റവും ആദ്യത്തെ പ്രണവ മന്ത്രം അതാണ് പറഞ്ഞത്. അതെല്ലാ മനുഷ്യനും ബാധകമാണ്. ഗാനങ്ങളിൽ ആ മന്ത്രം പാടുമ്പോ അമ്പലത്തിലൊക്കെ തീർക്കുന്നത്. ഇപ്പൊ അതൊന്നും കേൾക്കാറില്ല. ഇപ്പൊ അവര് പാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടുകളൊക്കെ പലരും. പഴയ മന്ത്രം, ആദിമന്ത്രം ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഈ 4 വരിയുടെ അർത്ഥം, പ്രപഞ്ചത്തിലേക്ക് വെളിച്ചം തരുന്ന നാഥ, അങ്ങയുടെ വെളിച്ചം എല്ലാ ചരാചരങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ആ വെളിച്ചം എന്റെ ബുദ്ധിയിലേക്ക് പ്രവേശിച്ച് എന്റെ ബുദ്ധിയെ വികസിപ്പിക്കണമേ, ഈ ലോകത്തിനെ ഒന്നായി കാണാനെന്നാണ്. അതുകൊണ്ട് ഈശ്വര അത് തരും ഇത് തരും എന്നല്ല പറഞ്ഞത്, ബുദ്ധി വികസിപ്പിക്കാനാണ് പറഞ്ഞത്. ആ ബുദ്ധി വികസിപ്പിക്കുമ്പോഴാണ്, ചിന്തകളുടെ സർഗാത്മകത കടന്നു വരുമ്പോഴാണ് മനുഷ്യന് തന്നെ പോലെയാണ് മറ്റൊരു മനുഷ്യന് തോന്നലുണ്ടാവുക.
ആ മാനവികതയിൽ, ആ സ്നേഹത്തിന്, സാഹോദര്യത്തിന് ചേർത്ത് പിടിക്കാൻ ഈ അതുല്യമായിട്ടുള്ള ഈ ഫോട്ടോഗ്രാഫിക്ക് കഴിയും. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ ഭാവനയും മഹാപ്രതിഭയുടെ ഉജ്ജ്വലമായിട്ടുള്ള ആ ചിന്താശേഷിയും അതിന്റെ കൂടുതൽ ചാരുതയും ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും കൊണ്ട് മാത്രം തുറന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എല്ലാവിധ അഭിവാദ്യങ്ങളും പറഞ്ഞു.